തിരുവചനപ്രഭയിൽ ഉണരാം, പുതുതാകാം, പുതിയൊരു പാതയതിൽ പോകാം സാക്ഷികളായി. തിരുവചനപ്രഭയിൽ ഉണരാം, പുതുതാകാം, പുതിയൊരു പാതയതിൽ പോകാം സാക്ഷികളായി. പ്രകാശനായ പ്രകാശിത, പ്രകാശനായ പ്രകാശിത, പ്രകാശനായ പ്രകാശിത, പ്രകാശനായ പ്രകാശിത. പൂർവപിതാക്കളിൽ ഈശൻ നൽകിയ കൃപകൾ ധ്യാനിക്കാം. പൂർവപിതാക്കളിൽ ഈശൻ നൽകിയ കൃപകൾ ധ്യാനിക്കാം. സ്തുതികൾ പാടിടാം, താണുവണങ്ങിടാം. ഈ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ. ഈ ദൈവം ഇന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ. നവീകരിക്കണമേ നാഥാ തിരുസഭയെ, പ്രകാശമാക്കിടണേ തിരുരാജ്യമഹിമയ്ക്കായി. നവീകരിക്കണമേ നാഥാ തിരുസഭയെ, പ്രകാശമാക്കിടണേ തിരുരാജ്യമഹിമയ്ക്കായി. ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവം നമുക്ക് ധ്യാന നിമഗ്നരാകാം. ദൈവിക ചിന്തകളാൽ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ. ഈ ധ്യാന ചിന്തകളിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. 51 സങ്കീർത്തനം ഏത് വായനക്കാരൻ്റെയും മനസ്സിനെ അനുതാപത്തിലേക്ക് നയിക്കുന്നതാണ്. അനുതാപത്തിൻ്റെ ആശ്രു പൊഴിക്കാതെ അതിൻ്റെ ശരിയായ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വായനക്കാരനും 51 സങ്കീർത്തനം പാരായണം ചെയ്യുവാൻ സാധ്യമല്ല. കാരണം അനുതാപ വിവശനായ ദാവീദ് രാജാവ് അനുതപിച്ച് പ്രാർത്ഥിച്ച് പാടുന്ന മനോഹരമായ സങ്കീർത്തനമാണ് 51 സങ്കീർത്തനം. അതുകൊണ്ട് തന്നെ എല്ലാ ആരാധനകളിലും അനുതാപത്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് 51 സങ്കീർത്തനമാണ്. ദൈവസന്നിധിയിൽ പാപം ചെയ്തുപോയി എന്ന തിരിച്ചറിവുണ്ടായ സങ്കീർത്തനക്കാരൻ തൻ്റെ ആലാപനത്തിലൂടെ തൻ്റെ വീഴ്ചകളെക്കുറിച്ച് ദൈവസന്നിധിയിൽ സമ്മതിക്കുകയാണ്. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായത് ഞാൻ ചെയ്തു എന്ന് പാടുമ്പോൾ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നെടുവീർപ്പുകൾ ഉയർത്തിക്കൊണ്ട് ഇതാ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നിൻ്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ എന്ന്. അനുതാപത്തോടുകൂടെ പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനക്കാരൻ പല ചിന്തകൾ അതിൽ പങ്കിടുന്നുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ പങ്കിടുന്ന ചിന്ത സങ്കീർത്തനക്കാരൻ്റെ പ്രസക്തമായ മറ്റൊരു പ്രാർത്ഥനാ വാചകമാണ്.
സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുകയാണ്, നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ എന്ന്. പശ്ചാത്താപ വിവശനായ സങ്കീർത്തനക്കാരൻ എന്തുകൊണ്ടാണ് അനുതാപത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ എന്ന്. അതിൻ്റെ കാരണങ്ങളിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഇന്നത്തെ ധ്യാനം. ഒന്ന്, ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ഓരോരുത്തരും ആരാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകുക. സങ്കീർത്തനക്കാരൻ ഇവിടെ വ്യംഗ്യമായി പറയുകയാണ്, ഞാൻ നിൻ്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയത് മൂലം, അഥവാ സാന്നിധ്യബോധം നഷ്ടപ്പെട്ടത് മൂലം ഞാൻ ആരാണ് എന്ന് മറന്നുപോയി. ദൈവത്താൽ അഭിഷക്തരാകുന്ന 3 കൂട്ടം ആളുകളാണ് പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. രാജാവ്, പുരോഹിതൻ, പ്രവാചകൻ. ദൈവത്താൽ അഭിഷക്തനായ വ്യക്തിയാണ് രാജാവ്. രാജാവ് സാന്നിധ്യബോധത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ, ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയപ്പോൾ, താൻ രാജാവാണ് എന്ന ചിന്തയും രാജാവെന്ന നിലയിൽ തന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യവും മറന്നുപോയി. രാജാവ് പറയുകയാണ്, ആ സാന്നിധ്യബോധത്തിൽ നിന്ന് ഞാൻ അകന്നു പോയത് മൂലം എൻ്റെ കർത്തവ്യത്തിൽ ഞാൻ പരാജയപ്പെട്ടു പോയി. ഞാൻ ആരാണ് എന്ന് മറന്നുപോയി. അത് എൻ്റെ ജീവിതത്തിൽ അപജയത്തിന് കാരണമായി തീർന്നു. ദൈവസന്നിധി ബോധമാണ് ഞാനും നിങ്ങളും ആരാണ് എന്ന തിരിച്ചറിവ് നമുക്ക് നൽകുക. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ യുവാവായ യെശയ്യാവിനുണ്ടായ ദൈവവിളിയെക്കുറിച്ചും നിയോഗത്തെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവാലയത്തിൽ ദൈവസാന്നിധ്യബോധം ഉളവായപ്പോൾ, ദൈവസന്നിധിയുടെ ദർശനമുണ്ടായപ്പോൾ ദാവീദ് പറയുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളോട് കൂടെയുള്ള അങ്ങനെയുള്ള ആളുകളുടെ മധ്യേ ജീവിക്കുന്നവനായ മനുഷ്യൻ എന്ന്. ദൈവസാന്നിധ്യബോധമാണ് യെശയ്യാവ് തന്നെക്കുറിച്ച് അറിയുവാനും കാണുവാനും ഇടയായി തീർന്നത്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു പറയുന്ന മറ്റൊരു ചെറിയ ഉപമയുണ്ട്, സാരവത്തായ ഉപമ. ആ ഉപമ 2 പേർ പ്രാർത്ഥിക്കാൻ പോയ കഥയാണ് പറയുന്നത്. ചുങ്കക്കാരനും പരീശനും. പരീശൻ ദേവാലയത്തിൽ പോയപ്പോഴും അവന് ദൈവസന്നിധി ബോധം ഉണ്ടായില്ല. എന്നാൽ പാപി എന്ന് മുദ്രയടിച്ച ചുങ്കക്കാരൻ ദേവാലയത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവന് ദൈവസാന്നിധ്യം അനുഭവപ്പെട്ടു. ദൈവസന്നിധിയിൽ അവൻ വിലപിച്ചുകൊണ്ട് പറയുകയാണ്, ദൈവമേ എന്നോട് കരുണ തോന്നണമേ എന്ന്. ദൈവസാന്നിധ്യബോധം, ദൈവമുഖദർശനം, അതാണ് ഒരു വ്യക്തി ആരാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകുക. നമ്മുടെ ആരാധനയിൽ വിശുദ്ധ കുർബാനയുടെ പ്രാരംഭത്തിലുള്ള ട്രൈസാഗ്യോനിൽ നാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ സന്നിധിയെക്കുറിച്ചുള്ള അവബോധത്തിൽ അതിന് പ്രത്യുത്തരമായി പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തൂങ്ങപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന്. ദാവീദ് നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ദൈവസാന്നിധ്യബോധമാണ്. ആരാണ് എന്ന ചിന്ത നൽകുക. ദാവീദ് പാപത്തിൻ്റെ പരിണതഫലമായി ദൈവസാന്നിധ്യബോധം നഷ്ടപ്പെട്ടവനായി ദൈവസന്നിധിയിൽ പാപം ചെയ്യുന്നതിന് കാരണമായി തീർന്നു. നമുക്കും ദാവീദിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം, നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ എന്ന്. 2, അങ്ങനെ പ്രാർത്ഥിക്കുവാനുള്ള മറ്റൊരു കാരണം ദൈവ സാന്നിധ്യമാണ് സംരക്ഷണം നൽകുന്നത്. പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ
യുദ്ധ ചെയ്തികളെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ഒരു രാജ്യത്തിലെ രാജാവ് മറ്റൊരു രാജാവുമായി യുദ്ധത്തിലേർപ്പെടുമ്പോൾ തക്കതായ സൈന്യബലം ഇല്ല എങ്കിൽ ആ രാജാവ് യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ ചെന്ന് അഭയം തേടും. ശത്രു രാജ്യത്തിന് സന്ദേശം പറഞ്ഞയക്കും. രാജാവ് യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ അഭയം തേടിയിരിക്കുന്നു. രാജാവിനെ ദ്രോഹിക്കരുത്, യുദ്ധത്തിൽ നിന്ന് പിന്മാറിയിരിക്കാൽ ജീവന് സംരക്ഷണം നൽകണം എന്ന്. എന്താണ് യാഗപീഠത്തിൻ്റെ പ്രതീരൂപാത്മകമായ അർത്ഥം? യാഗപീഠം ദൈവ സാന്നിധ്യത്തിൻ്റെ ഉറവിടമാണ്. അപ്പോൾ രാജാവ് യാഗപീഠത്തിൻ്റെ കൊമ്പുകളിലാണ്, യാഗപീഠത്തിലാണ്, ദൈവ സാന്നിധ്യത്തിലാണ് അഭയം പ്രാപിക്കുന്നത്. അനേക യുദ്ധങ്ങൾ ചെയ്തിട്ടുള്ള രാജാവ് പ്രാർത്ഥിക്കുകയാണ്, നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, കാരണം നിൻ്റെ സാന്നിധ്യമാണ് എനിക്ക് സംരക്ഷണം നൽകുന്നത് എന്ന്. 84-ാം സങ്കീർത്തനത്തിൽ മനോഹരമായി അവിടെ ദാവീദ് ഈ ആശയം വ്യക്തമാക്കി പാടുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് പറയുന്നത്? കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും ദൈവവുമായിട്ടുള്ള സൈന്യങ്ങളുടെ യഹോവേ, നിൻ്റെ യാഗപീഠങ്ങളെ തന്നെ. കുരുകിൽ ചെറിയ പക്ഷി, ആർക്കും ആക്രമിക്കാവുന്ന പക്ഷിയാണ്. അത് ഇതാ ആ കുരുകിലും മീവൽ പക്ഷിയും ദൈവത്തിൻ്റെ യാഗപീഠത്തിങ്കൽ സംരക്ഷണം തേടിയിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, എത്ര ശക്തിക്കും എത്ര വലിയ ശക്തിക്കും ആ കൊച്ചു പക്ഷിയെ ദ്രോഹിക്കുവാനായി, അതിൻ്റെ ജീവൻ അപഹരിക്കുവാനായി സാധിക്കുകയില്ല. ഒരിക്കലൊരു കപ്പിത്താൻ തൻ്റെ ദീർഘമായ കപ്പൽ യാത്രയിൽ ഒരു കൊച്ചു കിളിയെ സൂക്ഷിക്കുമായിരുന്നു. കപ്പിത്താൻ തൻ്റെ വിശ്രമവേളയിൽ ഈ കിളിയുമായി നർമ്മ സംഭാഷണത്തിൽ ഏർപ്പെടുകയും അതിനെ താലോലിക്കുകയും അങ്ങനെ വിരസത അകറ്റുകയും ചെയ്തു. ഒരിക്കൽ കപ്പിത്താൻ കപ്പലിൻ്റെ മുകൾ തട്ടിൽ ഈ കൊച്ചു കിളിയുമായി ഇങ്ങനെ സംവദിച്ചു കൊണ്ടിരിക്കുമ്പോൾ കിളിക്ക് ഒരു കുസൃതി തോന്നി. എന്തിനാണ് ഈ കപ്പിത്താൻ്റെ കീഴിൽ ഈ കപ്പലിലെ ചെറിയ ലോകത്തിൽ ഞാൻ കഴിച്ചു കൂട്ടുന്നത്? ഇതാ അതിൻ്റെ കൊച്ചു കണ്ണുകൾ നീലാകാശത്തിലേക്ക് പായിക്കുകയാണ്. അനന്തവിഹാസ് തനിക്ക് മുന്നിൽ തുറന്നു കിടക്കുന്നു. കിളിക്ക് കുസൃതി തോന്നി. അത് തീരുമാനിച്ചു, കപ്പിത്താൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഓടിയകലും. ഒരു നിമിഷം, ദൗർബല്യത്തിൻ്റെ ഒരു നിമിഷം, പക്ഷി ഇതാ ആ കപ്പിത്താൻ്റെ കയ്യിൽ നിന്ന് ഓടിയൊളിക്കുന്നു. പറന്നുയർന്നപ്പോഴാണ് മനസ്സിലായത്, എങ്ങും താഴുവാൻ ഇടമില്ല, വിശ്രമിപ്പാൻ ഇടമില്ല. താഴെ ഇരമ്പുന്ന കടലാണ്. നീലാകാശം, അനന്തമായ നീലാകാശത്തിലെങ്ങും തനിക്ക് താവളമില്ല. പറന്ന് പറന്ന് ക്ഷീണിച്ച ഈ കൊച്ചുപക്ഷി ഒരിക്കൽ ഒരു പാറയിടക്ക് കണ്ടു. അവിടെ ചെന്ന് ക്ഷീണിച്ച് തളർന്ന് അത് വിശ്രമിക്കുകയാണ്. പക്ഷേ അപ്പോഴാണ് ആ പക്ഷി ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. അനന്തമായ ഒരു വിഹായസ് തനിക്കുണ്ടെങ്കിലും തന്നെ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട യജമാനൻ കപ്പിത്താൻ തന്നോട് കൂടെയില്ല, സംരക്ഷണമില്ല എന്ന്. പക്ഷി കരഞ്ഞ് വിലപിക്കുവാൻ തുടങ്ങി. അതേസമയം തൻ്റെ കൂട്ടുകാരി നഷ്ടപ്പെട്ട, പക്ഷി നഷ്ടപ്പെട്ട വേദനയിൽ കപ്പിത്താനും തൻ്റെ ജോലിയിൽ തുടരുകയാണ്. അന്വേഷിച്ചുകൊണ്ട് യാത്ര തുടരുകയാണ്. യാദൃച്ഛികമായി ആ പാറയിടുക്കിലേക്ക് കപ്പൽ അടുത്തു. കേണ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കൊച്ചു കിളിയുടെ ശബ്ദം കപ്പിത്താൻ്റെ ചെവിട്ടിലെത്തി. എങ്ങനെയോ കപ്പിത്താൻ ആ കിളിയെ വീണ്ടും കപ്പലിലേക്ക് ക്ഷണിക്കുകയാണ്. ആർത്തിയോടുകൂടെ ഈ കൊച്ചു കിളി കപ്പിത്താൻ്റെ തോളിലേക്ക് ചാടിക്കയറി അവൻ്റെ മുഖത്ത് ഇങ്ങനെ കൊത്തി ഉമ്മ കൊടുത്തുകൊണ്ട് കിളി പറയുകയാണ്, യജമാനനെ, ഒരിക്കലും നിന്നെ വിട്ട് ഞാൻ ഇനി അകന്നു പോകുകയില്ല. എത്ര നീലാകാശം, അനന്തമായ ഈ വിഹായസ് എനിക്ക് തന്നാലും നിൻ്റെ കയ്യിലുള്ള സംരക്ഷണവും നിന്നോടൊത്തുള്ള ചങ്ങാത്തവുമാണ് എൻ്റെ ജീവിതത്തിലെ സംരക്ഷണവും സന്തോഷവും. ഇനി ഞാൻ നിന്നെ വിട്ട് അകന്ന് പറന്നു പോകുകയില്ല. ഒരുപക്ഷെ ഈ സാങ്കല്പികമായ കഥ വെറും കഥയായി തോന്നാം. പക്ഷേ ഒരു സാധന പാഠം
നമുക്ക് നൽകുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിൽ ലഭിക്കുന്ന സംരക്ഷണം ഈ ഭൂമിയിൽ എങ്ങും നമുക്ക് ലഭിക്കില്ല. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ദാവീദ് പാടുകയാണ്, നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് എന്ന്. മാന്യ ശ്രോതാക്കളെ, നമുക്കും പ്രാർത്ഥിക്കാം, ദൈവമേ നിൻ്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തള്ളിക്കളയരുത് എന്ന്. മൂന്നാമതായി, എന്തുകൊണ്ടാണ് ദാവീദ് അങ്ങനെ പ്രാർത്ഥിച്ചത്? ദൈവത്തിൻ്റെ സന്നിധിയിലാണ് സന്തോഷത്തിൻ്റെ പരിപൂർണത. 16-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ട് ദാവീദിൻ്റെ ഒരു സുവർണ സങ്കീർത്തനം എന്നാണ്. അവിടെ പറയുകയാണ്, നിൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയും നിൻ്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട് എന്ന്. ജീവിതത്തിൻ്റെ നിമ്നോന്നതങ്ങളായ അനുഭവങ്ങളിൽ നിന്ന് പാടുന്ന സങ്കീർത്തനമാണ് 16-ാം സങ്കീർത്തനം, സുവർണമായ സങ്കീർത്തനം. അതിന് കാരണമൊന്നുമല്ല, ജീവിതത്തിൽ പരീക്ഷിച്ചറിഞ്ഞ അനുഭവങ്ങളുടെ ആകത്തുകയുടെ വെളിച്ചത്തിലാണ് പാടുന്നത്, നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് എന്ന്. ദൈവത്തിൻ്റെ സന്നിധിയിലാണ് സന്തോഷത്തിൻ്റെ പരിപൂർണത കണ്ടെത്തുവാൻ സാധിക്കുക. ലോകത്തിലെ സമ്പന്ന രാഷ്ട്രങ്ങളിൽ എത്രയോ ആത്മഹത്യയാണ് നടക്കുന്നത്. കേരളം അത് സമ്പന്നതയിലും വിദ്യാഭ്യാസത്തിലും വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്ന സംസ്ഥാനമാണ്. എന്നാൽ ആത്മഹത്യാ നിരക്ക് പരിശോധിക്കുമ്പോൾ കേരളത്തിലെ സമ്പന്നമായ സംസ്കാരമുള്ള രാജ്യത്തിലെ എത്രയോ പേർ ആത്മഹത്യക്ക് വിധേയമാകുന്നു. കാരണം നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ സംസ്കാര സമ്പന്നതയോ നമ്മുടെ ധനമോ ഒന്നും ജീവിതത്തിൽ സംരക്ഷണവും സന്തോഷവും നൽകയില്ല. ദാവീദ് പ്രാർത്ഥിക്കുന്നത് തൻ്റെ ജീവിത അനുഭവത്തിൽ നിന്നാണ്. രാജാവെന്ന നിലയിൽ വളരെ സമ്പന്നതയും അധികാരവും എല്ലാം ഉള്ളതായ രാജാവ് പറയുകയാണ്, ദൈവസന്നിധിയിൽ നിന്ന് മാത്രമാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ. ഹോൾമൻ ഹണ്ട് എന്ന ചിത്രകാരൻ വരച്ച ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന വിഖ്യാതമായ ഒരു ചിത്രമുണ്ട്. ആ ചിത്രം ബ്രിട്ടനിലെ ഒരു ഗാലറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കാലപ്പഴക്കം കൊണ്ട് അത് പൊടിപടലങ്ങൾ പിടിക്കുകയും അതിൻ്റെ ചായത്തിന് അല്പം ദ്രവീകരണം സംഭവിക്കുകയും ഉണ്ടായി. ആ മ്യൂസിയത്തിൻ്റെ സൂക്ഷിപ്പുകാർ തീരുമാനിച്ചു അത് വൃത്തിയാക്കി പൊടിപടലങ്ങൾ നീക്കി സൂക്ഷിക്കണം. അതിന് ഒരു പ്രശസ്തനായ ഒരു ചിത്രകാരനെ തന്നെ കണ്ടെത്തി. അദ്ദേഹം ആ ചിത്രം, യേശുവിൻ്റെ ആ ചിത്രം താഴെ ഇറക്കി ആ ചിത്രത്തിൻ്റെ പൊടിപടലങ്ങൾ മെല്ലെ തൂത്തുമാറ്റി അതിൻ്റെ കേടുപാടുകൾ തീർക്കുകയാണ്. എല്ലാം തീർത്ത് പൂർത്തിയാക്കിയപ്പോൾ ആ ചിത്രത്തിൻ്റെ അടിഭാഗത്ത് ഹോൾമൻ ഹണ്ട് വളരെ ചെറിയ അക്ഷരത്തിൽ എഴുതിയിരുന്ന ഒരു വാചകം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നഗ്നനേത്രങ്ങൾക്ക് കാണുവാൻ കഴിയാത്ത ആ കൊച്ചു വാചകം ലെൻസിൻ്റെ സഹായത്തോടു കൂടെ അദ്ദേഹം വായിച്ചു. യേശുവിൻ്റെ ചിത്രത്തിൻ്റെ അടിയിൽ വളരെ ചെറിയ അക്ഷരത്തിൽ ഹോൾമൻ ഹണ്ട് എഴുതിയിരിക്കുന്നത് ചിത്രകാരൻ്റെ ഹൃദയത്തിൽ നിന്നും ഉരുത്തിരിയുന്ന ഒരു പ്രാർത്ഥനയുടെ വരിയാണ്. എന്താണ്? ലോർഡ് പാസ് മീ നോട്ട്. കർത്താവേ, എന്നെ കാണാതെ കടന്നു പോകരുതേ. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ എന്ന്. ലോർഡ് പാസ് മീ നോട്ട്. ദൈവമേ, നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. ദാവീദിൻ്റെ പ്രാർത്ഥന എത്ര അർത്ഥവത്താണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ പല തലങ്ങളിൽ നാം ഉന്നതരും ശ്രേഷ്ഠരുമായിരിക്കാം. പക്ഷേ നാം ആരാണെന്ന് തിരിച്ചറിയുവാൻ, നമ്മുടെ കർത്തവ്യത്തെക്കുറിച്ചുള്ള അവബോധം ഉളവാക്കുവാൻ, സന്നിധിയിൽ നിന്ന് സന്തോഷത്തിൻ്റെ പരിപൂർണത അനുഭവിക്കുവാൻ ഈ പ്രാർത്ഥന
എത്ര അന്വർത്ഥമാണ്. നമുക്കും സങ്കീർത്തനക്കാരനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ എന്ന്. പോകല്ലേ കടന്നെന്നെ നീ പ്രിയ യേശുവേ, മറ്റുള്ളവരെ ദർശിക്കുമ്പോൾ നോക്കുകന്നെയും. പോകല്ലേ കടന്നെന്നെ നീ പ്രിയ യേശുവേ, മറ്റുള്ളവരെ ദർശിക്കുമ്പോൾ